വരദരാജ പെരുമാൾ ക്ഷേത്രം. കാഞ്ചീപുരത്തെ അതിപുരാതന ക്ഷേത്രമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം. പെരുമാൾ കോവിൽ എന്ന പേരിലും ഈ ക്ഷേത്രം അറിയപ്പെടുന്നു. നൂറ്റിയെട്ട് ദിവ്യദേശം ക്ഷേത്രങ്ങളിൽപ്പെട്ടതാണ് ഈ പുരാതനമായ വിഷ്ണു ക്ഷേത്രം. കാഞ്ചീപുരത്തെ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിന് മുന്നിലാണുള്ളത്. അതിപുരാതനമായ മുഗളന്മാരുടെ കാലത്ത്, അതായത് ഔറംഗസീബിന്റെ കാലത്ത് മുഗൾ ഭരണാധികാരികളുടെ ആക്രമണം നേരിട്ട ക്ഷേത്രമാണ്. അന്ന് ഈ ക്ഷേത്രത്തിലെ വിഗ്രഹങ്ങൾക്ക് മറ്റൊരു ദേശത്തിലെ ക്ഷേത്രത്തിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രമാണ് ഈ ക്ഷേത്രം സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അത്രത്തോളം ചരിത്ര രേഖകളുള്ള പുരാതനമായ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം. ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്വാഗതം ചെയ്യുന്നു. ബ്രഹ്മദേവൻ ഇവിടെ ഒരു യാഗം നടത്തുന്നു. യാഗത്തിൽ സർവ്വദേവന്മാരും മുനിമാരും സന്നിഹിതരായിരുന്നു. എന്നാൽ സരസ്വതി ദേവിയെ യാഗത്തിലേക്ക് ക്ഷണിച്ചിരുന്നില്ല. കോപാകുലയായ സരസ്വതി ദേവി യാഗം മുടക്കാൻ വേഗാവതി എന്ന നദിയായി മാറി യാഗഭൂമിയെ ലക്ഷ്യമാക്കി തീവ്രഗതിയിൽ പാഞ്ഞു വന്നു. നദിയുടെ പ്രയാണം തൻ്റെ യാഗഭൂമിയെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന് ബ്രഹ്മദേവൻ ഭയന്നു. ബ്രഹ്മദേവൻ മഹാവിഷ്ണുവിനോട് യാഗഭൂമിയെ രക്ഷിക്കാൻ അപേക്ഷിക്കുന്നു. പാഞ്ഞു വരുന്ന നദിക്ക് മുൻപിൽ യാഗഭൂമിയെ രക്ഷിക്കാൻ മഹാവിഷ്ണു നീണ്ടു നിവർന്നു കിടക്കുന്നു. തൻ്റെ മാർഗം തടഞ്ഞ് വിഷ്ണുവിനെ കണ്ടതും ഏകാവതി ഗതി മാറി ഒഴുകി. അങ്ങനെ ബ്രഹ്മദേവന്റെ യാഗഭൂമി തകർക്കപ്പെട്ടില്ല. തൻ്റെ യാഗഭൂമിയുടെ രക്ഷകനായ വിഷ്ണുവിനോടുള്ള ആദരസൂചകമായി ബ്രഹ്മദേവൻ അത്തിമരത്തിൽ 10 അടി നീളത്തിലുള്ള വിഷ്ണു രൂപം നിർമ്മിച്ച് യാഗഭൂമിയിൽ സ്ഥാപിച്ചു. യാഗത്തിന്റെ ചൂടിൽ അത്തിമര പ്രതിമയിൽ നിന്ന് പുകച്ചുരുളുകൾ ഉയരാൻ തുടങ്ങി. ആ വിഗ്രഹത്തെ തണുപ്പിക്കാനായി വിഗ്രഹത്തെ കുളത്തിൽ നിക്ഷേപിച്ചു. അതാണ് അത്തിവരദം. കുളത്തിലെ ജലത്തിൽ യോഗനിദ്രയിൽ അത്തിവരദർ കഴിയുന്നു. 40 വർഷത്തിലൊരിക്കൽ ഭക്തർക്ക് ദർശനം നൽകാൻ അത്തിവരദർ കുളത്തിൽ നിന്ന് പുറത്തെത്തും. വീണ്ടും ജലസമാധിയിലേക്ക്, യോഗനിദ്രയിലേക്ക്. അത്തിവരദരെ കുറിച്ചുള്ള വിശദമായ ഒരു വീഡിയോ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തില് ഉള്ള ക്ഷേത്രക്കുളത്തില് രഹസ്യ അറയില് ജലസമാധിയിലാണ് അത്തിവരദർ ഉള്ളത്. അതിനെക്കുറിച്ചുള്ള വീഡിയോ എൻ്റെ ചാനലിൽ തന്നെയുണ്ട്. (23.5 ഏക്കറിൽ പരന്നു കിടക്കുന്ന അത്ഭുത ക്ഷേത്രമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം. ഇതാണ് ക്ഷേത്രക്കുളം. ഈ ക്ഷേത്രക്കുളത്തിന്റെ അടിയിലാണ് അത്തിവരദർ ഉള്ളത്. അദ്ദേഹം 40 വർഷത്തിലൊരിക്കൽ പുറത്തു വരും, ഭക്തർക്ക് ദർശനം നൽകും. വളരെ വിശാലമായ ക്ഷേത്രക്കുളമാണ്. കാഞ്ചീപുരത്തെ ഏറ്റവും പുകഴ്പെട്ട ക്ഷേത്രമാണിത്. നിത്യവും ആയിരക്കണക്കിന് ഭക്തർ ഇവിടെ ദർശനം നടത്തും. ഇത് നൂറ്റുകാൽ മണ്ഡപമാണ്. ധാരാളം ശില്പങ്ങൾ നിറഞ്ഞാണ്. ഓരോ തൂണിലും അനേകം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുള്ള ഇതാണ് ഈ നൂറ്റുകാൽ മണ്ഡപം. ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾക്ക് അകത്ത് കയറാൻ. 5 രൂപ എന്തേ ഉള്ളൂ.
മണിക്കൂറുകൾ കണ്ടാലും തീരില്ല, അത്രത്തോളം ശില്പങ്ങൾ ആ തൂണുകളിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൽ മൊത്തം 19 ഗോപുരങ്ങളുണ്ട്. എല്ലാം ശില്പഭംഗിയുടെ ഉന്നത തലം അലങ്കരിക്കുന്നതാണ്. ഗോപുരങ്ങളിലൊക്കെ ധാരാളം ശില്പങ്ങൾ. ഇത് ക്ഷേത്രത്തിലെ കുളത്തിനരികിലുള്ള നാഗത്തറയാണ്. നാഗദേവതമാരുടെ പ്രതിമകളൊക്കെ നമുക്ക് കാണാം. വളരെ വിശാലമായ ക്ഷേത്രം, ആയിരക്കണക്കിന് ആൾക്കാർ നിത്യവും എത്തുന്ന ക്ഷേത്രം, ധാരാളം പ്രത്യേകതകളുള്ള ക്ഷേത്രമാണ്. ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്കുള്ള കവാടമാണ്. കൊടിമരത്തിന് അരികില് ദീപം തെളിയിച്ച ശേഷമാണ് ഭക്തർ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുക. എഴുന്നള്ളത്ത് സമയത്തുള്ള കുടയാണ് വെച്ചിരിക്കുന്നത്. വലിയ കുടകളാണ് ഈ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുക. ബലിപീഠം, ധാരാളം ശില്പങ്ങൾ നിറഞ്ഞ ഗോപുരമാണ്. ഇത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടക്കുന്ന പ്രധാന കവാടത്തിലുള്ള ഗോപുരമാണ്. പുറത്തു നിന്നുള്ള ക്ഷേത്രത്തിലേക്കുള്ള വലിയ ഗോപുരമുണ്ട്. ഇപ്പോൾ അത് പണി നടക്കുന്നതുകൊണ്ട് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആ ഗോപുരത്തിന്റെ ഷൂട്ട് ചെയ്യാതിരുന്നത്. ശില്പാലങ്കൃതമായ മനോഹരവുമായ 389 തൂണുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. ധാരാളം പൂജാരിമാരെയും കാണാം. ഇവിടുത്തെ ക്ഷേത്രക്കുളം അനന്ത തീർത്ഥം എന്ന പേരിൽ പ്രശസ്തമാണ്. നോക്കുക, ഇത് ക്ഷേത്രത്തിനുള്ളിലെ മണ്ഡപങ്ങളാണ്. ആ തൂണുകളിലൊക്കെ ധാരാളം ശില്പങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ട്. കണ്ടു നിൽക്കാൻ തോന്നുന്നു. അത്രത്തോളം മനോഹരമായ ശില്പങ്ങൾ കൊണ്ട് അലങ്കരിച്ചതാണ് ഓരോ തൂണുകളും. അത്തരത്തിലുള്ള 389 തൂണുകൾ ഈ ക്ഷേത്രത്തിനുള്ളിലുണ്ട്. വളരെ മനോഹരമാണ്. ശില്പഭംഗി ആസ്വദിക്കണമെന്നുള്ളവർ തീർച്ചയായും പോകേണ്ട ക്ഷേത്രമാണ് വരദരാജ പെരുമാൾ ക്ഷേത്രം. ദ്രാവിഡ ശില്പഭംഗിയുടെ ഏറ്റവും വലിയ ഉദാഹരണം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം ഈ ക്ഷേത്രത്തെ. വളരെ മനോഹരമായ ഒരു മണ്ഡപമാണ്. 4 തൂണുകളുള്ള ഒരു മണ്ഡപം. ക്ഷേത്ര ദർശനത്തിനിടയിൽ ഭക്തർക്ക് വന്ന് വിശ്രമിക്കാനുള്ള ഒരു സ്ഥലമാണ്. അടി ഉയരമുള്ളതാണ് പ്രധാന ഗോപുരം. 17 നിലകളുണ്ട്. വരദരാജ പെരുമാൾ ക്ഷേത്രത്തിന്റെ ഉള്ളിലാണ്. സത്യത്തില് ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിലെ ശില്പഭംഗി കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെട്ടു. അത്രത്തോളം ഓരോ തൂണുകളും എന്റെ മുന്നിലുള്ള ഈ തൂണുകളിൽ ഇത്ര മനോഹരമായിട്ടായി ശില്പഭംഗിയുള്ള ഒരുപാട് ശില്പങ്ങൾ കൊത്തിയിട്ടുണ്ട്. ഓരോ തൂണിലും 108 ദിവ്യദേശം ക്ഷേത്രങ്ങളിലെ ഒരു ക്ഷേത്രമാണ് ഈ ക്ഷേത്രം. അതിപുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രമാണ്. ശരിക്കും നിത്യവും
ആയിരക്കണക്കിന് ആൾക്കാർ ദർശനം നടത്തുന്ന ക്ഷേത്രമാണ്. ഞാനിപ്പോൾ 4 മണിക്ക് നട തുറന്നതിന് ശേഷം, ക്ഷേത്രം തുറക്കുന്നത് അപ്പോഴാണ്, ക്ഷേത്രത്തിന്റെ ഉള്ളിലേക്ക് അപ്പോൾ മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. തുറന്നപ്പോഴാണ് ഉള്ളിൽ വന്ന് നിത്യവും ആയിരക്കണക്കിന് ആൾക്കാർ വരും. അത്രത്തോളം ജനങ്ങൾ വിശ്വസിക്കുന്ന ഒരു ക്ഷേത്രം. ഞാൻ മുമ്പ് അത്തിവരദർ ക്ഷേത്രത്തിന്റെ പേരിൽ അത്തിവരദനെ കുറിച്ചുള്ള കഥകൾ നേരത്തെ ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പുറത്തുള്ള ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്ത് കുളവും ഒക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി ഞാൻ ആൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിന്റെ ഉള്ളിലെ കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വരദരാജ പെരുമാൾ ക്ഷേത്രത്തിന്റെ ഫുൾ ചരിത്രം ആയിട്ടുള്ള വീഡിയോ ആണിത്. എനിക്ക് ഏതൊരാളും കണ്ടിരിക്കേണ്ട ക്ഷേത്രമാണ്. പലതവണ മുഗൾ ഭരണാധികാരികളുടെ കാലഘട്ടത്തെ ആക്രമണങ്ങൾ നേരിട്ട ക്ഷേത്രമാണിത്. എന്നിട്ടും ഈ ക്ഷേത്രം ഇന്നും ആ പുരാതനമായ രീതിയിൽ തന്നെ നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിനെ ചുറ്റി നടന്ന് കാണാൻ 15.3 ഏക്കർ അത്രത്തോളം വലിപ്പമുള്ള ഈ ക്ഷേത്രം തീർച്ചയായിട്ടും നമുക്ക് കണ്ടിരിക്കേണ്ട ക്ഷേത്രമാണ്. അപ്പോൾ വരദരാജ പെരുമാൾ ക്ഷേത്രത്തിന്റെ ബാക്കി കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. രാമായണവും മഹാഭാരതവും ചിത്രീകരിക്കുന്ന ശില്പങ്ങൾ നിറഞ്ഞതാണ് ഈ ക്ഷേത്രത്തിലെ 100-കാൽ മണ്ഡപം. ഓരോ തൂണിലും അനേകം ശില്പങ്ങൾ. ഇവിടുത്തെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് 100-കാൽ മണ്ഡപം. അവയിലെ ശില്പഭംഗി ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. ക്ഷേത്രത്തിനുള്ളിലേക്ക് ദർശനം നടത്താൻ വേണ്ടി ഭക്തർ ക്യൂവിലേക്ക് പോവുകയാണ്. വളരെ നീണ്ട ക്യൂ ആയിരിക്കും. ലക്ഷ്മി ദേവി ഈ ക്ഷേത്രത്തില് പെരുന്തേവി തായർ എന്ന പേരിൽ ആരാധിക്കപ്പെടുന്നു. ആദ്യം ഭക്തർ ദേവിയെ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് വരദരാജ പെരുമാളിനെ ദർശിക്കാൻ പോവുക. ഇവിടെ എപ്പോഴും ഭക്തരുടെ നീണ്ട നിര തന്നെ നമുക്ക് കാണാൻ കഴിയും. ക്ഷേത്രത്തിനുള്ളിലുള്ള വളരെ വലിയൊരു ആൽമരമാണ്. ഈ ആൽമരത്തിന്റെ ചുവട്ടിലും ആൽമരത്തിന്റെ തറയിലും നാഗദേവതമാരുടെ പ്രതിഷ്ഠകളൊക്കെ ഉണ്ട്. നടപ്പന്തല് ഭക്തർക്ക് മഴയും വെയിലും ഏൽക്കാതെ ക്യൂ നിൽക്കാൻ വേണ്ടിയുള്ള നടപ്പന്തലാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. വരദരാജ പെരുമാൾ തന്നെയാണ് അത്തിവരദർ. അത്തിവരദർ യോഗനിദ്രയിൽ നിന്ന് പുറത്തെത്തിയ 48 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. ആദ്യത്തെ 24 ദിവസം നിൽക്കുന്ന രൂപത്തിലും ബാക്കി 24 ദിവസം ആദ്യത്തെ 24 ദിവസം കിടക്കുന്ന രൂപത്തിലും പിന്നെയുള്ള 24 ദിവസം നിൽക്കുന്ന രൂപത്തിലും നമുക്ക് അത്തിവരദരെ ദർശിക്കാൻ കഴിയും. അതിനുശേഷം വീണ്ടും ക്ഷേത്രക്കുളത്തിലേക്ക് യോഗനിദ്രയിലേക്ക് പോകും. അതിനുശേഷം 40 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് അത്തിവരദർ ഭക്തരെ കാണാൻ വേണ്ടി എത്തുക. വേദത്തിന് വളരെ പ്രാധാന്യം നൽകുന്ന ക്ഷേത്രമാണ്. ഏറ്റവും അധികം വേദപാരായണം നടക്കുന്ന വൈഷ്ണവ ക്ഷേത്രമാണിത്. അതിനായി പ്രത്യേക വേദപാരായണ സംഘം തന്നെ ഇവിടെയുണ്ട്. മണ്ഡപത്തിൽ അവർ വേദപാരായണം നടത്തുന്നത് നമുക്ക് നേരിൽ കാണാൻ സാധിക്കും. ഇത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള മണ്ഡപങ്ങളും ഉപക്ഷേത്രങ്ങളും ഒക്കെയാണ്. വളരെ മനോഹരമാണ്. ഓരോ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുകളിലുള്ള ചെറു ഗോപുരങ്ങളും വളരെ ശില്പഭംഗിയുടെ കാര്യത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട ക്ഷേത്രം. 2019 അത്തിവരദർ അവസാനം പ്രത്യക്ഷപ്പെട്ടത്. ഇനി 40 വർഷത്തിന് ശേഷം 2059 അത്തിവരദർ വീണ്ടും പ്രത്യക്ഷപ്പെട്ട് ഭക്തർക്ക് ദർശനം നൽകും. 40 വർഷത്തിലൊരിക്കലാണ് അത്തിവരദർ പ്രത്യക്ഷപ്പെടുക. ഇത് വരദരാജ പെരുമാളിനെ കാണാൻ വേണ്ടി അദ്ദേഹത്തിന്റെ ക്ഷേത്രത്തിലേക്കുള്ള പ്രവേശന കവാടമാണ്.
വളരെ തിരക്കാണ് അവിടെ. നിത്യവും ആയിരക്കണക്കിന് ആൾക്കാരെത്തുന്ന ക്ഷേത്രം, തിരക്കേറിയ ക്ഷേത്രം. പ്രിയപ്പെട്ടവരായ നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതർക്ക് ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തണം. വരദരാജ പെരുമാളിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ, വണക്കം. വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ അരികിലാണുള്ള അതിപുരാതനമായ ക്ഷേത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ശില്പഭംഗികളൊക്കെ കാണാൻ കണ്ടിരിക്കേണ്ടതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള. ഏറ്റവും വലിയ ആകർഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 അടി ഉയരമുള്ള വരദരാജ പെരുമാളുടെ വിഗ്രഹമാണ്. ആ വിഗ്രഹം നമ്മളെ അത്ഭുതപ്പെടുത്തും. അതേപോലെ തന്നെ ക്ഷേത്രത്തിനുള്ളിലുള്ള ശില്പഭംഗിയെക്കുറിച്ച് വിവരിക്കാനാണ് അത്രത്തോളം മനോഹരമായ ക്ഷേത്രം. കാഞ്ചീപുരത്താണ് ഈ പുരാതനമായ ക്ഷേത്രമുള്ളത്. മുൻപ് ഞാൻ അത്തിവരദർ എന്ന പേരിലാണ്, അത്തിവരദർ ക്ഷേത്രം എന്ന പേരിൽ ഈ വീഡിയോ ഈ ക്ഷേത്രത്തെക്കുറിച്ച്, അത്തിവരദരെക്കുറിച്ച്, അത് മറ്റൊരു കഥയാണ്. ക്ഷേത്രത്തിന് മുൻവശത്തുള്ള കുളവുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് ക്ഷേത്രത്തിൻ്റെ, വരദരാജ പെരുമാൾ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലുള്ള എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളരെ വിശദമായ വീഡിയോ ആണ്. ശരിക്കും നമ്മളെ അത്ഭുതപ്പെടുത്തുന്നതാണ് ഈ ക്ഷേത്രം. കഴിയുമെങ്കിൽ ഈ ക്ഷേത്രം പ്രിയപ്പെട്ടവരായി നിങ്ങൾ ഓരോരുത്തരും വന്ന് നേരിട്ട് കാണാൻ ശ്രമിക്കുക. വളരെ മനോഹരമായ അത്ഭുതപ്പെടുത്തുന്ന ക്ഷേത്രമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും വരദരാജ പെരുമാളിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്തേ.